കുട്ടികളെ അടുത്തത് ബിയർ ലാംബേർട്സ് ലോ ആണ്. അതായത് യു വി വിസിബിൾ സ്പെക്ട്രോഫോട്ടോമീറ്റർ വർക്ക് ചെയ്യുന്നത് ബിയർ ലാംബേർട്സ് ലോൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നമ്മളൊരു ഫോർമാ ക്വസ്റ്റ്യൻ ആണത് ബിയർ ലാംബേർട്സ് ലോ. അപ്പോൾ നോട്ട് ഓൾറെഡി ഉണ്ട്, പക്ഷേ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ. അതായത് ഈ ബിയർ ലാംബേർട്സ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സയൻറ്റിസ്റ്റും ലാംബേർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സയൻറ്റിസ്റ്റ്, രണ്ട് സയൻറ്റിസ്റ്റുകൾ ഒബ്സർവേഷൻസിനെ എന്ത് ചെയ്താണ് കമ്പൈൻ ചെയ്തിട്ടുണ്ടാക്കിയ ലോ ആണ് ബിയർ ലാംബേർട്സ് ലോ. ഈ ലോൻ്റെ അടിസ്ഥാനത്തിലാണ് യു വിസിബിൾ സ്പെക്ട്രോഫോട്ടോമീറ്റർ വർക്ക് ചെയ്യുന്നത്. ബേസിക്കലി യു വിസിബിൾ സ്പെക്ട്രോഫോട്ടോമീറ്ററിൻ്റെ ഒരു പിക്ചറാണ് ആദ്യം കൊടുത്തത്. ഓക്കെ, ഈ പിക്ചർ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മളിപ്പോൾ ഒരു ലൈറ്റ് സോഴ്സ്, ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സ്, ലൈറ്റ് ഉണ്ടാക്കിയിട്ട് ഒരു സൊല്യൂഷൻ, ഒരു അബ്സോർബിങ് സൊല്യൂഷൻ, ഇപ്പോൾ ഉദാഹരണത്തിന് വിസിബിൾ റീജിയനിലുള്ള ലൈറ്റാണ് പാസ് ചെയ്യുന്നതെങ്കിൽ കളേർഡ് സൊല്യൂഷൻസാണ് അത് അബ്സോർബ് ചെയ്യുക. അപ്പോൾ ഒരു കളേർഡ് സൊല്യൂഷനിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻറ്റൻസിറ്റി, അതായത് കുറച്ച് ഫോട്ടോൺസിനെ അത് അബ്സോർബ് ചെയ്യും. ഇൻറ്റൻസിറ്റി എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഫോട്ടോൺ, ഒരു സ്പെസിഫിക് പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന നമ്പർ ഓഫ് ഫോട്ടോൺസിനെ, നമ്പറിനെയാണ് ബേസിക്കലി എന്ത് പറയാം, ഇൻറ്റൻസിറ്റി എന്ന് പറയാം. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ കൂടെ കടന്നു പോകണ, ഒരു പെർട്ടിക്കുലർ സെക്കൻഡിൽ ഒരു പോയിന്റിൽ കൂടെ കടന്നു പോകണ നമ്പർ ഓഫ് ഫോട്ടോൺസിനെ ജസ്റ്റ് സിമ്പിളായിട്ട് മുമ്പ് പറയാം, നമ്പർ എണ്ണത്തിനെയാണ്, എത്ര ഫോട്ടോൺ, എത്ര എണ്ണം രശ്മികൾ പോയി എന്നുള്ളതാണ്. ഓക്കെ, അതിനാണ് ഇനി ഇൻറ്റൻസിറ്റി എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഇൻറ്റൻസിറ്റി, ഒരു സ്പെസിഫിക് ഇൻറ്റൻസിറ്റിയുള്ള റേഡിയേഷൻ പാസ് ചെയ്ത് പോകുമ്പോൾ അബ്സോർബിങ് സൊല്യൂഷൻ ആണെങ്കിൽ എന്ത് ചെയ്യും, അത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഇൻറ്റൻസിറ്റി അബ്സോർബ് ചെയ്യും. അതാണ് യു വിസിബിൾ സ്പെക്ട്രോമീറ്ററിൻ്റെ അടിസ്ഥാനം. അത് ആക്ച്വലി വർക്ക് ചെയ്യുന്നത് ബിയർ ലാംബേർട്സ് ലോൻ്റെ അടിസ്ഥാനത്തിലാണ്. ബിയർ ലാംബേർട്സ് ലോ ഞാൻ പറഞ്ഞ മാതിരി രണ്ട് ശാസ്ത്രജ്ഞന്മാരുടെ കോൺട്രിബ്യൂഷനാണ് അതിൻ്റെ അകത്തുള്ളത്, ബിയറിൻ്റെയും ലാംബേർട്സിൻ്റെയും. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം ലാംബേർട്സിൻ്റെ കണ്ടെത്തലുകളെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ ലാംബേർട്സിൻ്റെ ഒരു കണ്ടെത്തൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതേമാതിരി അബ്സോർപ്ഷൻ നടക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയപ്പോൾ പുള്ളി ഡിഫറെൻറ്റ് തിക്നെസ് ഉള്ള സൊല്യൂഷൻ, അതായത് ഒരേ കോൺസെൻട്രേഷൻ ഉള്ള സൊല്യൂഷൻ ഡിഫറെൻറ്റ് തിക്നെസ് ഉള്ള ക്യുവറ്റ്സിലെടുത്തു. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിൻ്റെ അകത്ത് കാണുന്നില്ലേ, ഇതിനകത്ത് ഇതിന് തിക്നെസ് ഇത്തിരി കുറവാണ്, ഇതിന് തിക്നെസ് പിന്നെയും കൂടുതലാണ്, അതിന് തിക്നെസ് നല്ലോണം കൂടുതലാണ്. അങ്ങനെ ഡിഫറെൻറ്റ് തിക്നെസ് ഉള്ള ക്യുവറ്റിലെടുത്തിട്ട് ഈ അബ്സോർപ്ഷൻ സ്റ്റഡി ചെയ്തപ്പോൾ ഇതിനെ തിക്നെസ് ഇതിനെ കാര്യമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. അതായത് തിക്നെസ് കൂടുമ്പോൾ അബ്സോർപ്ഷൻ കൂടുന്നു. അപ്പോൾ ആദ്യത്തെ ചെറിയ തിക്നെസ് ഉള്ള ഒരു ക്യുവറ്റിലാണ് സൊല്യൂഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഏകദേശം ഒരു 100 അബ്സോർപ്ഷൻ, അല്ലേ, 500 പാസ് ചെയ്ത് പോയി 400 പുറത്തേക്ക് വന്നു, മീൻസ് 100 അബ്സോർപ്ഷൻ. രണ്ടാമത്തേൽ സെയിം ഇൻറ്റൻസിറ്റി ഉള്ള റേഡിയേഷൻ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ 500 ഉള്ളത് 300 ആയി. അപ്പോൾ അബ്സോർപ്ഷൻ കുറച്ചുകൂടി കൂടി 200 ആയി, അല്ലേ. അടുത്ത 500 എന്നുള്ളത് 200 ആയി, മീൻസ് അബ്സോർപ്ഷൻ 300 ആയി. ഇപ്പോൾ ഫസ്റ്റത്തെ കേസിൽ 100 ആണ്, രണ്ടാമത്തെ കേസിൽ 200 ആണ്, മൂന്നാമത്തെ കേസിൽ 300 ആണ്. ബിക്കോസ് അബ്സോർപ്ഷൻ അങ്ങനെ കൂടി വരികയാണ് തിക്നെസ്. അപ്പോൾ തിക്നെസ് കൂടുമ്പോൾ അബ്സോർപ്ഷൻ കൂടും എന്നുള്ളൊരു ഇൻഫറൻസിലും ഒക്കെ എത്താം. രണ്ടാമത്തെ ഒബ്സർവേഷനും മെയ്ഡ് ചെയ്തത് ലാംബേർട്സ് തന്നെയാണ്. അതിൻ്റെ പേര് ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ വേരിയേഷനാണ് സ്റ്റഡി ചെയ്തത്. അതായത് സെയിം തിക്നെസ് ഉള്ള രണ്ട് ക്യുവറ്റിൽ സെയിം കോൺസെൻട്രേഷൻ ഉള്ള സൊല്യൂഷൻ എടുത്തിട്ട് അബ്സോർപ്ഷൻ സ്റ്റഡി ചെയ്തു. ഇവിടെ വേരി ചെയ്യണത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റൻസിറ്റി ഓഫ് ദ ഇൻസിഡൻറ്റ് റേഡിയേഷനാണ്. അപ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ വേരി ചെയ്യുമ്പോൾ, അതായത് ആദ്യത്തെ കേസിൽ ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ ഇവിടെ 500 ആയിരുന്നു. അപ്പോൾ അബ്സോർപ്ഷൻ ഒരു 100 അബ്സോർപ്ഷൻ, ഇൻറ്റൻസിറ്റി ഓഫ് അബ്സോർപ്ഷൻ 100 ആയിരുന്നു. അപ്പോൾ 400 പുറത്ത് വിട്ടു. അതായത് ഇൻറ്റൻസിറ്റി 500 ആയപ്പോൾ 100 ആണ് അബ്സോർപ്ഷൻ. ഇനി ഇൻറ്റൻസിറ്റി മാറ്റി 1000 ആക്കി. ഈ കേസിൽ 1000 കേട്ടോ, 1000 ഇൻറ്റൻസിറ്റി ആക്കിയപ്പോൾ എന്തായി, അതിൻ്റെ അബ്സോർപ്ഷൻ കൂടി. ഓക്കെ, അത് അബ്സോർപ്ഷൻ ഒരു 200 ആയി. മീൻസ് ആ വാല്യൂ പല വേരിയേഷനും ഉണ്ടാവാം. പക്ഷേ ഇതിൻ്റെ ഇൻഫറൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇൻറ്റൻസിറ്റി കൂട്ടുമ്പോൾ എന്ത് ചെയ്യും, അബ്സോർപ്ഷൻ കൂടും എന്നുള്ളതാണ് അതിൻ്റെ ഇൻഫറൻസ്. ഞാൻ പറഞ്ഞ മാതിരി ഇൻറ്റൻസിറ്റി ഓഫ് നമ്പർ ഓഫ് ഫോട്ടോൺസ് ആണല്ലോ. അപ്പോൾ നമ്പർ ഓഫ് ഫോട്ടോൺസ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് അബ്സോർപ്ഷൻ കൂടും എന്നുള്ളത്. ദെൻ അതായത് ഈ ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷനും അബ്സോർപ്ഷനും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ദെൻ കോൺസെൻട്രേഷൻ ആണ് അടുത്ത സ്റ്റഡി ചെയ്തത്. കോൺസെൻട്രേഷൻ സ്വാഭാവികമായിട്ടും വേരി ചെയ്യുമ്പോൾ, അപ്പോൾ നല്ല കളറുള്ള ഒരു ഗൈമൻ ഫോർ സൊല്യൂഷനും കളർ കുറവുള്ള ഒരു ഗൈമൻ ഫോർ സൊല്യൂഷൻ ആണെങ്കിൽ ഓൾറെഡി സ്പെക്ട്രോഫോട്ടോമീറ്റർ നമ്മൾ ചെയ്തതാണ്, നല്ല കളറുള്ളതിന് നല്ല അബ്സോർപ്ഷൻ വരും. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, ഒരു 1 mol per liter സൊല്യൂഷൻ എടുത്തു, ഒരു 2 mol per liter സൊല്യൂഷൻ എടുത്തു. സോ അബ്സോർപ്ഷൻ വിൽ ബി ഹയർ ഫോർ 2 mol per liter സൊല്യൂഷൻ. ദാറ്റ് മീൻസ് അബ്സോർബൻസ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ എന്ന് പറയാം. ഇനി ഈ 3 തിയറി, ഈ ലാസ്റ്റത്തെ കോൺസെൻട്രേഷൻ്റെ സ്റ്റഡി നടത്തുന്നത് ബിയറാണ്. അപ്പം ആദ്യത്തെ രണ്ടെണ്ണം നടത്തുന്ന ലാംബേർട്സ് ആണ്. അപ്പോൾ ഈ രണ്ട് ശാസ്ത്രജ്ഞന്മാരെയും കൂടി തിയറി ക്ലബ് ചെയ്തുണ്ടാക്കിയ തിയറിനാണ്, ലോനെയാണ് ബിയർ ലാംബേർട്സ് ലോ എന്ന് പറയുന്നത്. ബിയർ ലാംബേർട്സ് ലോ പറയുന്നത്
when a monochromatic light pass through a homogeneous absorbing medium, the decrease in intensity of radiation means നമ്മൾ ഇൻസിഡൻറ്റ് റേഡിയേഷൻ I0 ആണെങ്കിൽ കുറച്ച് അബ്സോർബ് ചെയ്യല്ലേ ചെയ്യുക. അതുകൊണ്ട് ഇൻറ്റൻസിറ്റി ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റി കുറയുകയാണ് ചെയ്യുക. ദ ഡിക്രീസ് ഇൻ ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ വിത്ത് ദ തിക്നെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇൻസിഡൻറ്റ് റേഡിയേഷൻ ആൻഡ് കോൺസെൻട്രേഷൻ. അതായത് എത്രയാണോ അബ്സോർപ്ഷൻ നടക്കുന്നത്, അതായത് ഒരു ഇൻസിഡൻറ്റ് റേഡിയേഷൻ വന്ന് ഇൻസിഡൻറ്റ് ചെയ്തു, അതിൽ എത്രയാണോ അബ്സോർപ്ഷൻ നടക്കുന്നത് എന്നുള്ള എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ആ ഇൻറ്റൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, പിന്നെ കോൺസെൻട്രേഷനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ആക്ച്വലി ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്, ആ ഫൈനൽ ഇക്വേഷൻ വരുന്നത്. ആ ഇൻറ്റഗ്രേഷൻ്റെ സ്റ്റെപ്പ് ഒന്നും നിങ്ങൾ ഓർത്തേക്കണമെന്നില്ല. ആ ഇൻറ്റഗ്രേഷൻ ലാസ്റ്റ് വരുന്ന ഇക്വേഷനാണിത്. ഓക്കെ, log I0/I is equal to epsilon Cx. ഇവിടെ എപ്സിലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്, ഒരു പ്രൊപ്പോർഷണാലിറ്റി ഇൻ്റഗ്രേഷൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന കോൺസ്റ്റൻറ്റുകളും എല്ലാ കോൺസ്റ്റൻറ്റും കൂടി കമ്പൈൻ ചെയ്ത് കിട്ടുന്ന ഒരു കോൺസ്റ്റൻ്റാണ് ഈ എപ്സിലോൺ. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ മോളാർ അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ് ആണ്. മോളാർ അബ്സോർപ്ഷൻ കോൺസ്റ്റൻ്റ് ഓർ മോളാർ അബ്സോർപ്ഷൻ കോഎഫിഷ്യൻ്റ് ആണ്. അപ്പോൾ log I0/IT is equal to epsilon Cx എന്നാണ് നമ്മുടെ ഇക്വേഷൻ കിട്ടുന്നത്. log I0/I is equal to epsilon Cx. I0 എന്ന് പറഞ്ഞാൽ ഇൻസിഡൻറ്റ് റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റി, IT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T ടൈമിന് ശേഷം ട്രാൻസ്മിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ്റെ ഇൻറ്റൻസിറ്റിയാണ്. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്, ദാറ്റ് ഇസ് മോളാർ അബ്സോർപ്ഷൻ കോൺസ്റ്റൻറ്റ്. ദെൻ C മീൻസ് കോൺസെൻട്രേഷൻ ആൻഡ് X മീൻസ് തിക്നെസ് ഓഫ് ദ ക്യൂവറ്റ്. ഓക്കെ, അതായത് ഈ log I0/IT നമുക്ക് അബ്സോർബൻസ് എന്ന് വിളിക്കാം. സോ അബ്സോർബൻസ് ഇസ് ഈക്വൽ ടു epsilon Cx എന്ന് വരും. അതാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. ആൻഡ് ദിസ് എപ്സിലോൺ ഈസ് ആക്ച്വലി log I0/IT. പിന്നെ ഈ ബിയർ-ലാംബർട്സ്-ലോൻ്റെ ഒരു അപ്ലിക്കേഷൻ ആയിട്ടാണ് കളറിമെട്രി വരുന്നത്. A is equal to epsilon Cx എന്നുള്ള എക്സ് ഫോർ എ പെർട്ടിക്കുലർ, അതായത് ഇതിൻ്റെ അപ്ലിക്കേഷൻ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ A is equal to epsilon Cx. എപ്സിലോൺ ഓൾറെഡി എന്താണ്, മോളാർ അബ്സോർപ്ഷൻ കോൺസ്റ്റൻ്റ് ആണ്. C മീൻസ് കോൺസെൻട്രേഷൻ ആണ്. X മീൻസ് ക്യൂവറ്റിൻ്റെ തിക്നെസ് ആണ്. നോക്കൂ, ഇതിൽ എപ്സിലോൺ ഓൾറെഡി കോൺസ്റ്റൻ്റ് ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ ക്യൂവറ്റിൻ്റെ തിക്നെസ് ഒരു സ്പെസിഫിക് ക്യൂവറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സപ്പോസ് ഒരു 2 സെൻറ്റിമീറ്ററുള്ള ക്യൂവറ്റ് തന്നെയാണ് ത്രൂ ഔട്ട് ഉപയോഗിക്കണമെങ്കിൽ അതും ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ എപ്സിലോണും എക്സും ഒരു സ്പെസിഫിക് ഇൻസ്ട്രുമെൻറ്റിൻ്റെ കേസിൽ കോൺസ്റ്റൻ്റ് ആണ്. സോ നമുക്ക് വേരിയേഷൻ വരുന്നത് സിയിൽ മാത്രമാണ്. സോ നമുക്ക് എന്ത് പറയാം, അബ്സോർബൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സി എന്ന് പറയാം. അപ്പോൾ അബ്സോർബൻസും കോൺസെൻട്രേഷനും ഡയറക്റ്റ് റിലേഷനാണ്. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഈ ബിയർ-ലാംബർട്സിൽ വർക്ക് ചെയ്യുന്നത്, ഐ മീൻ കളറിമെട്രി വർക്ക് ചെയ്യുന്നത്. അതായത് അബ്സോർബൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സി. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിഫറെൻറ്റ് കോൺസെൻട്രേഷനിലുള്ള സൊല്യൂഷൻ ഉണ്ടാക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ അടുത്തൊരു KMnO4 സൊല്യൂഷൻ ഉണ്ട്, കളേർഡാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് വിസിബിൾ റീജിയനിൽ അബ്സോർപ്ഷൻ നടക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിന് KMnO4ൻ്റെ 0.1, 0.3, 0.2, 0.3, 0.4, 0.5, 0.6 അങ്ങനെ എന്ത് ചെയ്തു, നോൺ കോൺസെൻട്രേഷനുള്ള സൊല്യൂഷൻസ് ഉണ്ടാക്കി. അപ്പോൾ കോൺസെൻട്രേഷൻ എനിക്കറിയാം. അപ്പോൾ കോൺസെൻട്രേഷൻ വേഴ്സസ് അബ്സോർബൻസ് ഗ്രാഫ് വരച്ചു. അപ്പോൾ എന്ത് ചെയ്യും, കോൺസെൻട്രേഷൻ ഇപ്പോൾ ഓൾറെഡി നമുക്കറിയാം. അബ്സോർബൻസ് നമുക്ക് എന്ത് ചെയ്യും, ഈ റീഡിങ്ങിൽ നിന്ന് കിട്ടും, ഏത് ഇൻസ്ട്രുമെൻ്റൽ റീഡിങ്ങിൽ നിന്ന് കിട്ടും. നമ്മൾ 0.1 കറസ്പോണ്ടിങ് ആയിട്ട് ഇത്ര, 0.2 കറസ്പോണ്ടിങ് ആയിട്ട് 0.3 അങ്ങനെ കിട്ടും. അങ്ങനെ എന്ത് ചെയ്യും, ഞാൻ എൻ്റെ ഒരു അൺനോൺ സൊല്യൂഷൻ എടുക്കും, അല്ലേ, അൺനോൺ എത്രയാണ് അബ്സോർബൻസ് എന്ന് അറിയാത്തൊരു സൊല്യൂഷൻ എടുക്കും. ആ സൊല്യൂഷൻ എന്ത് ചെയ്യും, ക്യൂറ്റ് വെച്ചിട്ട് അതിൻ്റെ അബ്സോർബൻസ് റീഡ് ചെയ്യുമ്പോൾ എന്ത് തരും, എനിക്കൊരു അബ്സോർബൻസ് വാല്യൂ കിട്ടും. അതിനങ്ങനെ എക്സ്ട്രാപൊളേറ്റ് ചെയ്ത് കോൺസെൻട്രേഷൻ്റെ ഭാഗത്തേക്ക് എക്സ്ട്രാപൊളേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ അൺനോണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോൺസെൻട്രേഷൻ കിട്ടും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ബിയർ-ലാംബർട്സ് ലോ കളറിമെട്രിയിൽ അപ്ലിക്കേഷൻസ് ആയിട്ട്, അല്ലെങ്കിൽ സ്പെക്ട്രോഫോട്ടോമീറ്ററിൽ അതിൻ്റെ അപ്ലിക്കേഷനായിട്ട് വരുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോട്ടിലുണ്ട്. ഓക്കെ.